ഹായ്, ഞാൻ തസ്നി ബഷീർ. ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡ്രിങ്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്, പൈനാപ്പിൾ ലൈം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കസ്കസ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു പൈനാപ്പിളാണ്. പൈനാപ്പിളിൻ്റെ ഒരു 1/4 ഭാഗം തൊലി നീക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. പിന്നെ വേണ്ടത് ഒരു നാരങ്ങയാണ്. അത്യാവശ്യം വലിയൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു എല്ലാം നീക്കി നീര് മാത്രമായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പം മുഴുവൻ നീരും ഇതേ രീതിയിൽ പിഴിഞ്ഞെടുക്കുക, കുരു പെടാതെ ശ്രദ്ധിക്കണം. എന്നിട്ടൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് മുറിച്ച മുഴുവൻ പൈനാപ്പിൾ കഷ്ണങ്ങളിട്ട് പിഴിഞ്ഞെടുത്ത നീരും ഒരല്പ വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇതൊരു അരിപ്പയിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. മധുരത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ച കസകസ് ഇപ്പോൾ കുറച്ച് അധികം ആയിട്ടുണ്ട്. കാരണം 1 ടേബിൾ സ്പൂണാണല്ലോ കുതിരാൻ വെച്ചത്. ഇപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ആയിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. വലിയൊരു ഐസ് ക്യൂബാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഞാനൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും.